നമ്മളെ നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സുബൈസ്കരിച്ച് കടന്നുറങ്ങി ഒരു 8:30 ഇങ്ങനെ നീച്ചെന്നിട്ട് പെണ്ണുങ്ങളൊക്കെ നീപ്പിച്ചിട്ട് ഇന്നിപ്പോൾ എന്താ, ഇന്നലെ പത്തിരി എന്ന് കുറേ ദിവസമായി പത്തിരി എന്ന് നാളെ മന്തി ആക്കാമെന്നാണ്. മന്തി ഇപ്പം എല്ലാവർക്കും പറ്റില്ല, ബിരിയാണി തന്നെ ആക്കാം. 4 മണിക്ക് ഇപ്പം എന്താ, സമൂസ മടുത്തുകണ്, എന്നും അതന്നെ ഒരു സമൂസ. ഇതാണ് ഇപ്പോൾ നമ്മളെ നോമ്പ് പറഞ്ഞാൽ. വൈകുന്നേരം ഇപ്പം എന്താ തിന്നണ്ടേ, 4 മണിക്ക് എന്താ കടി, നിങ്ങൾ പോയിട്ട് കുറച്ച് വേറെ എന്തെങ്കിലും കൊണ്ടുവരേ, വില കിളിക്കൂടോ. സഹോദരങ്ങളെ, നോമ്പ് നിർബന്ധമാക്കിയ മനുഷ്യന്മാരുണ്ടല്ലോ, ആ സഹാബത്ത്, അവരാലോചിച്ച് നോക്കി. അസ്തിത്വ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്, ഒന്നുമില്ലാതെ സീറോയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. പിന്നെ തിന്നാനൊന്നും ഇതേമാതിരിയൊന്നും അല്ല, എപ്പോഴൊന്നും ഇല്ല. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ചരിത്രം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണ്, രാത്രി നബി കിടന്നുറങ്ങി, വിശന്നിട്ട് ഉറങ്ങിയിട്ട് ഉറക്കം വരുന്നില്ല, നീറ്റ് നടക്കുകയാണ്, പുറത്തിറങ്ങിയേക്കാണ്. അങ്ങനെ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ നിഴലിങ്ങനെ 2 നിഴലിങ്ങനെ വരിക ഇരുട്ടത്ത്. ആരാ? അടുത്തെത്തിയ പാള മനസ്സിലായി, അബൂബക്കറുല്ലാനും ഉമറുല്ലാനും. മാ അഖ്റജകുമാ മിൻ ബുയൂത്തികുമാ ആദിഹി സാ. ചോദിക്കണം, എന്താ പിയ ആ സമയത്ത് ഇങ്ങനെ പുറത്തിറങ്ങിയ നിങ്ങൾ രണ്ടാളും കൂടി? അൽ ജൂഉ യാ റസൂലല്ലാഹ്, വിശന്നിട്ടാണ് നബി. വിശന്നിട്ട് പുറത്തിറങ്ങിയ നമ്മളൊക്കെ ചിലപ്പോൾ ജീവിതത്തിൽ അങ്ങനെ ഉറങ്ങിയിട്ട് കിടന്നിട്ട് ഉറക്കം വരാത്ത ദിവസം ഉണ്ടാവും. എന്നറിയോ? രാത്രി കല്യാണത്തിന് പോയിട്ട്, ഒരു മുതലാളിൻ്റെ കല്യാണത്തിന് പോയിട്ട് മന്തിയും കപ്സയും അവിടെയുള്ള ഐസ്ക്രീമും ഒക്കെ കൂടി തിന്ന് പള്ളിയിലിരുത്തായിട്ട് ചിലപ്പോൾ നമ്മൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല, ഗ്യാസ് കയറിയിട്ട്. ഇതല്ല, തിന്നാൻ കിട്ടായിട്ട് ഉറങ്ങാൻ നോക്കിയിട്ട് ഉറങ്ങാനും പറ്റണില്ല. അതാണ് ഒരു ചരിത്രം. ഓരോടാ പറയണേ നോൻപ് വിൽക്കണം എന്ന്. ഓർക്ക് ആകെയുള്ളത് വെള്ളം കൂടിയാ പകല് ചൂടത്ത്, അതും പറ്റൂല എന്ന്. ഓർക്കാണ് നോമ്പ് നിർബന്ധമാക്കിയത്. അവരുടെ മനസ്സ് സഹോദരങ്ങളെ നമ്മൾ പഠിക്കണം. എന്നിട്ട് ആ നോമ്പിനെ പറ്റിയ ഖുർആൻ പറയണെന്ത്? അള്ളാഹു നോമ്പ് നിർബന്ധമാക്കി ആയത്ത് ബക്കറയിൽ ഇങ്ങനെ പറയുമ്പോൾ അടുത്ത ആയത്തിൽ ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഇങ്ങനെ ഓതി വന്നാൽ പിന്നെ എന്തൊക്കെയാണ് അറിയോ? യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ. ഓരോടാ പറയണേ. തിന്നാനേ കിട്ടാതെ വെള്ളം കുടിച്ച് ദാഹമകറ്റുന്ന ആ ചൂടത്ത് ജീവിക്കുന്ന ഓരോട് പകലിഞ്ഞ് വെള്ളം കുടിക്കരുത് എന്ന് പറഞ്ഞിട്ട് പടച്ചോൻ പറയാണ് യുരീദു ബിക്കുമുല്ലാഹു യുസ്റ. അള്ളാഹു നിങ്ങൾക്ക് എളുപ്പത്തെയാണ് ഉദ്ദേശിക്കുന്നത്, അള്ളാഹു നിങ്ങൾക്ക് ഒരു ഇടങ്ങേറ് ഉദ്ദേശിക്കണില്ല. നമ്മളോടല്ല, നമ്മൾ ഈ ആയത്തോതും നമുക്ക് തോന്നുന്നു ശരിയാണ്, നോമ്പ് എന്ന് പറഞ്ഞാൽ സുഖം തന്നെയാണ്, ഗ്യാസും കുറവാണ്, പള്ളക്കൊക്കെ ഒരു സുഖമാണ്, വൈകുന്നേരം ആകുമ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ ഇറച്ചിയും പത്തിരിയും കിട്ടും, മറ്റേ ഇറച്ചിയും പത്തിരിയും എപ്പോഴെങ്കിലൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. നമ്മളോടല്ല, ഓരോടാ പറയുന്നത് ഇത് നോമ്പ് എളുപ്പമാണ് എന്ന്. അതവർ എളുപ്പമായി കണ്ടു, അതവർക്ക് എളുപ്പമായിരുന്നു. അതെന്താണ്? അതൊരു മാനസികാവസ്ഥയാണ്. അള്ളാഹു എന്തു പറഞ്ഞോ അത് കേൾക്കാൻ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഒരു മനസ്സ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് അവരിലുണ്ടാക്കിയത്. ആ ഖുർആൻ ഓതിക്കൊടുത്തപ്പം അവർക്ക് അതാണ് കിട്ടിയത്, അത് ഖുർആനിന് കിട്ടിയതാണ് ഈ വിശ്വാസം. എന്ത്? ഇവിടെ എന്തൊക്കെ നഷ്ടമുണ്ടെങ്കിലും നാളെ അള്ളാഹു പ്രതിഫലം തരുമെന്നുള്ള വലിയ പ്രതീക്ഷ, അള്ളാഹുവിൻ്റെ നരകത്തെക്കുറിച്ചുള്ള പേടി, ഭയവും പ്രതീക്ഷയാണ് നമ്മളെ വിഷയം. ഖൗഫും റജാവുമാണ്. ഖൗഫും റജാവും നേരെ നിൽക്കണമെങ്കിൽ ഉണ്ടല്ലോ, അതിന് നടുവിലൊരു സാധനമുണ്ട്, അള്ളാഹിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം, ഹുബ്ബുള്ള മഹബ്ബത്തുള്ള. അത് നടുവിൽ നിൽക്കുമ്പോഴാണ് 2 ചിറകായിട്ട് പ്രതീക്ഷയും പേടിയും ഒപ്പം ഉണ്ടാകുക. അള്ളാഹിനെ പറ്റി ഒരേ സമയം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ പ്രതീക്ഷിക്കാനും അള്ളാഹുവിൻ്റെ രക്ഷയിൽ പ്രതീക്ഷിക്കാനും സ്വർഗം ആഗ്രഹിക്കാനുള്ള ഒരു പ്രതീക്ഷ. നന്മകളൊന്നും നഷ്ടപ്പെടൂല, ഈ പ്രയാസത്തിനൊക്കെ ഒന്ന് കിട്ടും പടച്ചോൻ്റെ അടുത്ത് നിന്നുള്ളൊരു വലിയ പ്രതീക്ഷ. അതേസമയം അള്ളാഹുവിനെ പറ്റിയുള്ള പേടി. ഇപ്പം എൻ്റെ കുട്ടി എന്തെങ്കിലും ചെറിയ മാണ്ടാത്തരം ചെയ്താൽ, ചെറുതൊക്കെയാണെങ്കിൽ നമ്മൾ കണ്ടില്ല എന്ന് വിചാരിക്കും അല്ലേ, പക്ഷെ നമുക്ക് തീരെ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ചെയ്താൽ ചിലപ്പോൾ നമ്മൾ കണ്ണുരുട്ടും, നല്ല ഒരു ഉരുട്ടലുരുട്ടും. അപ്പോൾ കുട്ടിക്ക് മനസ്സിലാവും ഇത് വാപ്പാക്ക് തീരെ പറ്റിയിട്ടില്ല എന്ന്. അപ്പോൾ ആ കുട്ടി എന്താ ചെയ്യുക? നിങ്ങൾ അങ്ങോട്ട് വിതുമ്പി വന്നുകൊണ്ട് നമ്മളെ കെട്ടിപ്പിടിക്കും. അതാണ് പടച്ചോനോടുള്ള പേടി എന്ന് പറഞ്ഞാൽ. സാധാരണ നമ്മൾ പാമ്പിനെയും പൂച്ചനെയും അല്ലെങ്കിൽ കീരിനെയും നായിനെയൊക്കെ പേടിച്ചാൽ മണ്ടുക ചെയ്യുക, പേടിയുള്ള സാധനത്തിൽ നിന്ന് ഓടിയാകല്ല ചെയ്യുക. പക്ഷേ പടച്ചോൻ്റെ പേടിച്ചാന്ന് പറഞ്ഞാൽ പടച്ചോനിലേക്ക് മണ്ടുക ചെയ്യുക. അതാണ് ശരിയായ പേടി. പടച്ചോനെ പേടിച്ചിട്ട് പടച്ചോൻ്റെ അടുത്തേക്ക് മണ്ടുക. ആ കുട്ടി ചെയ്ത് അങ്ങനെ നമ്മൾ ചെറിയ കുട്ടികളെ പേടിപ്പിച്ചോളെ നമ്മൾ കെട്ടിപ്പിടിച്ച് നോളിച്ചു വിതുമ്പിക്കരഞ്ഞ് നമ്മുടെ അടുത്ത് ഇങ്ങനെ നമ്മളെ പാൻറ്റിൻ്റെ കാലിൻ്റെ അടി വന്ന് നിൽക്കും നമ്മൾ പേടിപ്പിച്ചാൽ തെറ്റ് ചെയ്താൽ. അതെന്താ വെച്ചാൽ ആ ഒരു ലെവലിലാണ് നമ്മൾ, അതാണ് നമ്മൾ പടച്ചോനിലേക്ക് ഫഫിറൂ ഇലല്ലാഹ്. സൂറത്തു ദാരിയാത്തിലായത്താണ്. ഇതൊന്നും വെറുതെ പറയണ്ട, പടച്ചോനിലേക്ക് മണ്ടുക, ഓടുക, അള്ളാഹിലേക്ക് ഓടണം നമ്മൾ. അങ്ങനെ അവർക്ക് ആ മാനസികാവസ്ഥ അവർ കൈവരിച്ചു.
അതെന്തുകൊണ്ടാണ് സഹോദരങ്ങളെ? വിശുദ്ധ ഖുർആന് ആ മാറ്റം അവർക്കുണ്ടാക്കി. ഖുർആൻ്റെ ഓരോ ആയത്തിനും നമ്മളോട് ഓരോ ചരിത്രം പറയാനുണ്ട്. ഖുർആൻ്റെ ഓരോ സൂറത്തിനും നമ്മളോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഖുർആൻ എന്ന് പറഞ്ഞാൽ തൗറാത്ത് മാതിരി ഒരു ബുക്കായിട്ട് ആകാശത്ത് നിന്ന് ചാടി വന്നതല്ല. ഖുർആൻ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ 23 വർഷത്തെ നബിൻ്റെ ജീവിതത്തിലെ ഓരോ സ്ഥലത്തും ഓരോ സാഹചര്യങ്ങളിലും ഓരോ ആളുകളുമായി ബന്ധപ്പെട്ടാണ് ഓരോ ആയത്തും സൂറത്തൊക്കെ ഇറങ്ങുന്നത്. അതിങ്ങനെ ഓതുമ്പോൾ നമ്മളെ ഈമാൻ വർദ്ധിക്കണമെങ്കിൽ അതിൻ്റെ ചരിത്രം നമ്മൾ പറയണം. അത് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്കുള്ള ഹുദയാണ് അല്ലേ? ഖുർആനെ പറ്റി പറഞ്ഞാൽ എന്താണ്? അത് ഹുദയാണ്. ആർക്ക്? മുത്തഖീങ്ങൾക്ക്. മുത്തഖീക്ക് എങ്ങനെ ഹുദ ഉണ്ടാകുക സഹോദരൻ? മുത്തഖീങ്ങൾക്കുള്ള ഹുദയാണ് ഖുർആൻ. മുത്തഖിയാണെങ്കിൽ തഖ്വ വേണം. നോമ്പ് തഖ്വ നിലനിർത്താനുള്ളതാണ്, തഖ്വ ഉണ്ടാക്കാനുള്ളതാണ്, തഖ്വ കൂട്ടാനുള്ളതാണ്, തഖ്വ കൈവരിക്കാനുള്ളതാണ്. എങ്ങനെ സഹോദരങ്ങളെ നോമ്പിന് തഖ്വ കിട്ടുക? അതാ അവരെ ഒരു മാനസികാവസ്ഥ ഉണ്ട്. അവർ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ കണ്ട ഒരു മാനസികാവസ്ഥ. അത് മനസ്സിലാക്കണമെങ്കിൽ ഖുർആൻ നമ്മൾ മനസ്സിലാക്കണം. ഖുർആനിലൂടെയാണ് അവർ ആ മാനസികാവസ്ഥ കൈവരിച്ചത്. സൂറത്തു തൗബ പറഞ്ഞ സൂറത്തുണ്ട് ഖുർആനിൽ. അത് നമ്മൾ നല്ല പഠിക്കേണ്ട സൂറത്താണ്. സാധാരണ നമുക്ക് സൂറത്തു തൗബ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ 1-2 വട്ടം ഈ റമളാനിൽ ആൾക്കാർ ഓതി ഉണ്ടാവും. 9ാമത്തെ സൂറത്ത് ബറാഅത്തും മിനല്ലാഹ് എന്ന് പറഞ്ഞ ബിസ്മില്ലാത്ത സൂറത്ത്. സൂറത്തു തൗബ എന്താ നിങ്ങൾ? തബൂക്ക് എന്ന് പറഞ്ഞൊരു യുദ്ധം നടക്കാൻ പോകുന്നുണ്ട്. മദീനയിൽ നിന്ന് 1 മാസത്തെ വഴി ദൂരമുണ്ട് തബൂക്ക്. ആ 1 മാസം യാത്ര ചെയ്തിട്ടാണ് യുദ്ധത്തിൻ്റെ സ്ഥലത്തേക്ക് എത്തുക. ആ യുദ്ധത്തിന് പോകുന്ന സമയം എന്ന് പറഞ്ഞാൽ മദീനയിലെ ഏറ്റവും ചൂടുള്ള സമയമാണ്. ആ 1 മാസം ഈ ചൂടത്ത് നമ്മൾ മദീനയിൽ നിന്ന് തബൂക്ക് പോകണം യുദ്ധത്തിന്. മദീനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചൂടുള്ള സമയം എന്ന് പറഞ്ഞാൽ ഈത്തപ്പന അങ്ങനെ നല്ല പാകമായിട്ട് നിൽക്കണ നേരം ഈത്തപ്പഴം അത് പറിക്കേണ്ട സമയമാണ്. അപ്പോൾ അവിടുന്ന് പോകാം. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം വിളവെടുപ്പിൻ്റെ സമയത്ത് നിന്ന് അവിടുന്ന് മാറിക്കാൻ പറ്റില്ല. മക്കയും മദീനയും വ്യത്യാസമുണ്ട്. മക്കയെ 2 കൂട്ടരേ ഉള്ളൂ. മക്കയിൽ 2 കൂട്ടരേ ഉള്ളൂ. ആരാണ്? ഒന്ന് മുസ്ലിം, ഒന്ന് മുശ്രിക്ക്. അവിടെ മുനാഫിക്കിനെ കാണാൻ പറ്റില്ല. നിങ്ങൾ ആലോചിച്ചോണം, എന്താ മക്കത്ത് മുനാഫിക്കില്ലാഞ്ഞ്? കാരണം മക്കത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കണമെങ്കിൽ നല്ല ഈമാമാണ്. കാരണം എന്താ വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതോടുകൂടി സ്റ്റേജിൽ കൊണ്ടുപോയി നോട്ടുമാലിട്ടേരൂല. പോറാണ് പൊളിയും അടിയാണ് അവിടെ കാത്തുക്കണത്. കുത്തും ചവിട്ടും ബഹിഷ്കരണവും പീഡനവും ആണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച ആളെ കാത്തുക്കണത്. അതുകൊണ്ട് നല്ല ഈമാനുള്ളവനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുള്ളൂ. വെറുതെ പറഞ്ഞ അടിയാണ് കിട്ടും. കാരണം ചരിത്രമുണ്ട്. നമ്മളിങ്ങനെ ഖുർആൻ എങ്ങനെ ഓതുകയാണ്, നമുക്കൊരു വിഷമമില്ല. കുല്ലല്ലാഹു ആയത് നിങ്ങൾ ആലോചിച്ചു. ഇന്ന് നേരം വെളുത്തിട്ട് ഇത്ര നേരമായിട്ട് നിങ്ങൾ എത്ര കുല്ലല്ലാഹു ഓതി? കുറേ ഓതി ഉണ്ടാവും. സുബൈക്ക് സ്കാരത്തിന് ശേഷം ഓതി ഉണ്ടാവും, രാവിലത്തെ പ്രാർത്ഥനയ്ക്ക് ഓതി ഉണ്ടാവും, ഇപ്പോൾ ഇവിടെ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് കുല്ലല്ലാഹു ഓതി ഉണ്ടാവും, ചിലപ്പോൾ സുന്നത്തിലും കുല്ലല്ലാഹു ഓതുന്നവരുണ്ടാവും. എത്ര കുല്ലല്ലാഹു നിങ്ങൾ ഓതി? കുൽ ഹുവല്ലാഹു അഹദ്. ആ ആയത്ത് ഓതുമ്പോൾ സഹോദരങ്ങളെ നിങ്ങളെ മനസ്സിക്ക് ബിലാൽ വന്നുകണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ ലാത്തനെ നിങ്ങൾ വിളിക്കരുത്, മനാത്തനെ വിളിക്കരുത്. അള്ളാനെ പറ്റിയല്ല, അള്ളാനെ മാത്രമേ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആ മനുഷ്യനെ, അടിമയായ ബിലാലിനെ എത്രത്തോളമാണ് അവർ പീഡിപ്പിച്ചത്. മരുഭൂമിയിൽ ചുട്ടുപൊള്ളുന്ന മണലിൽ പകൽ മുഴുവനും കിടത്തിയിട്ട് കുട്ടികൾ വലിച്ചുകൊണ്ട് കളിച്ച് നടക്കുന്നതാണ്. വ്രണങ്ങൾ വന്ന് മുറിവാകുന്നു. ഇബ്നു ഹിഷാമിൻ്റെ സീറയിലൊക്കെ വായിച്ചാൽ കാണാം, കരച്ചിൽ വരും കണ്ണിന്ന് സഹോദരങ്ങളെ, കണ്ണിന്ന് വെള്ളം വരും. കാരണം ഒരു അനക്കില്ല, മരിച്ചുകണമെന്ന് തോന്നിപ്പോകുന്നതാണ്. എന്നിട്ട് അതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പം ആ വായിൽ നിന്ന് അഹദ് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. അവർ കുലു അല്ലാഹു അഹദ്, അള്ളാഹു ഏകനാണെന്ന് പ്രഖ്യാപിക്കാൻ ജീവൻ കൊടുത്തവരാണ് അവർ. അത്രയും പീഡനം അവരെ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. നമ്മളൊരു കുലല്ലാഹു എത്ര സുഖമായിട്ടാണ് ഓതുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടോ കുലല്ലാഹു അഹദ് എന്ന് പറയാൻ? അപ്പോൾ ഈ ആയത്തിനൊക്കെ ഒരു ചരിത്രം നമ്മളോട് പറയാനുണ്ട്. നമ്മളിതൊന്നും ആലോചിക്കണില്ല, ഇതൊന്നും നമ്മളെ മനസ്സിക്ക് കയറുന്നില്ല. അത് മനസ്സിലാക്കിയവരായിരുന്നവർ ഇതൊക്കെ സഹിച്ചാലും ഇതിനൊക്കെ പടച്ചോൻ പ്രതിഫലം തരുമെന്നുള്ള വലിയ പ്രതീക്ഷ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലുള്ള, അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിലുള്ള പ്രതീക്ഷ, ആ പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. അത് ഖുർആൻ അവർക്ക് നൽകി, നബി അത് അവർക്ക് കൊടുത്തു, പകർന്നു നൽകി. നമ്മൾ തബൂക്കിൽ നിന്ന് പോകുന്നതാണ്, മദീനത്ത് നിന്ന് പോകുന്നതാണ്. നമ്മൾ തബൂക്ക് യുദ്ധം നടക്കാൻ പോവാണ്. 1 മാസം യാത്ര ചെയ്തിട്ട് വേണം യുദ്ധത്തിന് പോകാൻ. സൂറത്തു തൗബ ഇറങ്ങണ എപ്പോഴാണ്? നിങ്ങൾ മുനാഫിക്ക് പറഞ്ഞൊരു ടീമുണ്ടായി മദീനയിൽ, മക്കത്ത് വരില്ല. കാരണം മക്കത്ത് മുനാഫിക്കുകളിൽ അവിടെ
രണ്ട് ടീമുള്ളൂ, ഒന്ന് തൗഹീദുള്ളവരൊന്നും ഇല്ലാത്തവർ. കാരണം ഉണ്ട് എന്ന് പറഞ്ഞാൽ പീഡനമാണ്, അതുകൊണ്ട് ഉള്ളോൻ തന്നെ പറയുള്ളൂ. എന്നാൽ മദീനത്തെത്തിയപ്പോൾ സാഹചര്യം മാറി. ബദറിൽ മുസ്ലിങ്ങൾ ജയിച്ചു, മുസ്ലിങ്ങൾക്ക് വിജയം കൈവന്നു. മുസ്ലിങ്ങളെ വിശ്വാസം ഊർജ്ജസ്വലതയൊക്കെ കണ്ടപ്പം അവിടുത്തെ മുശ്രിക്കീങ്ങൾ മനസ്സിലാക്കി ഇഞ്ഞിവിടെ നിന്നാലും അപകടമാണ്, ഇവരെന്തായാലും ജയിക്കും, ഇവർ കുറച്ച് വലിയ ടീം തന്നെയാണ്, അപ്പോൾ അതുകൊണ്ട് ഇഞ്ഞിവിടെ നിൽക്കണമെങ്കിൽ മുസ്ലിമായിട്ടേ നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എന്ത് ചെയ്തു, ചില ആളുകൾ ഉള്ളിൽ വിശ്വാസമല്ലാതെ പുറത്ത് മുസ്ലിമായി നിന്നു, നിലനിൽപ്പിന് വേണ്ടി. അവരാണ് മുനാഫിക്കുകൾ. അവരെ പണി കുത്തിത്തിരിപ്പുണ്ടാക്കലേന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാതെ ഇടങ്ങേറായി അവരെ കൊണ്ട്. കാരണം എന്താ വെച്ചാൽ അവരെ കണ്ടാൽ മനസ്സിലാവില്ല. ഒരു നിസ്കാരത്തിൽ നമ്മളെ സൊഫിലുണ്ടാവും, നമ്മളൊപ്പം പള്ളിക്കുണ്ടാവും, വർത്താനത്തിനൊക്കെ ഉണ്ടാവും, ഉസാറൈക്കാരം. അതുകൊണ്ട് ഒരാരാന്ന് മനസ്സിലാവില്ല. പക്ഷേ ഉള്ളിലൂടെ നല്ല കുത്തിത്തിരിപ്പുണ്ടാക്കും. യുദ്ധത്തിൽ നിന്ന് പോണ ആളുകളൊക്കെ പിന്തിരിപ്പിക്കുക. ആ സമയത്താണ് സൂറത്തു തൗബ ഇറങ്ങണേ. മുനാഫിക്കിൻ്റെ മനസ്സിൽ തോന്നുന്ന ചിന്തകളൊക്കെ പടച്ചോ അങ്ങനെ ആയത്തായിട്ട് പുറത്തേക്ക് ഇടുകയാണ്, ഓലെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ ആ യുദ്ധത്തിന് പോകണം. 1 മാസത്തെ വഴിദൂരം, അതും ഈ കൊടും ചൂടിൽ മരുഭൂമി താണ്ടി 1 മാസം യാത്ര ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വണ്ടിയുള്ളവർ മാത്രം പോന്നാൽ മതി യുദ്ധത്തിന്, വണ്ടിയില്ലാത്തവർ പോരണ്ടായിരുന്നു. കാരണം എല്ലാവരെയും കൊണ്ടുപോകാൻ കഴിയൂല, നടന്നൊന്നും പോകാൻ പറ്റൂല. ഒരു കഴുത, കുതിര, ഒട്ടകം എന്തെങ്കിലുമൊക്കെ വേണം. ഒരു കഴുതെങ്കിലും ഇല്ലാതെ യുദ്ധത്തിന് പോകാൻ പറ്റൂല. പക്ഷേ കുറച്ച് ആൾക്കാർക്ക് പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. കുറച്ച് ആൾക്കാർ പോകാതെക്കാൻ പരമാവധി നോക്കി. അതൊക്കെയാണ് ഈ സൂറത്തിൽ പറയണേ. കുറച്ച് ആൾക്കാർ പോകാതെക്കാൻ നോക്കി. ബാപ്പാക്ക് സുഖമല്ല, ഉമ്മാക്ക് സുഖമല്ല, പെണ്ണുങ്ങൾക്ക് മുട്ടുവേദനയാണ്, എനിക്ക് നടക്കാൻ വെച്ചാന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ എന്ത് ചെയ്തു, നബിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് എക്സ്ക്യൂസ് വാങ്ങി. എന്നാൽ കുറച്ച് ആളുകൾ അവിടെ വന്നു, അവർക്ക് യുദ്ധത്തിന് പോകാൻ നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ അവർക്ക് പോകാൻ വണ്ടിയില്ല, സ്വന്തമായിട്ട് വണ്ടിയില്ല, പാവങ്ങൾ. അപ്പോൾ ഒരു വന്നെന്തിനറിയോ, ബൈത്തുൽ മാലിൽ നിന്ന് വല്ല വണ്ടി എന്ന് പറഞ്ഞാൽ കഴുതട്ടോ, ഞാൻ പറഞ്ഞ വല്ല ഓട്ടോറിക്ഷയും ഇതൊന്നുമല്ല, വല്ല കഴുതനെ കിട്ടുമോ നോക്കാൻ വേണ്ടി. ഒരു കഴുതനെങ്കിലും ബൈത്തുൽ മാലിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ യുദ്ധത്തിനാണ് പോണ്. ഇത് നമ്മളെ മൂത്താപ്പാൻ്റെ പണ്ടൊക്കെ ഈ മൂത്തമ്മയൊക്കെ ഉണ്ടാവും ഇവിടെ വയനാട്ടിൽ പെരയായിട്ട്, അവിടെ കല്യാണം ഉണ്ടാവും. അപ്പോൾ മൂത്താപ്പാൻ്റെ പേരേക്ക് വയനാട്ടിൽ കല്യാണത്തിന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമാണ്. KSRTCയിൽ പോയി ഇടങ്ങാറായാലും പോണ കല്യാണത്തിനാണല്ലോ. അതല്ല, അതൊരു മാസം മരുഭൂമിയുടെ പോണ എന്തിനാ സഹോദരങ്ങളെ? അവിടെ ചെന്നിട്ട് കല്യാണം കൂടാനല്ല, യുദ്ധം ചെയ്യാനാണ്. അതിന് പോകാൻ വേണ്ടി ഒരു കഴുതനെ കിട്ടുമോ നോക്കാൻ വേണ്ടി നബിൻ്റെ അടുത്തേക്ക് വന്നൊക്കെയാണ്. ബൈത്തുൽ മാലിൽ നിന്ന് വല്ല വണ്ടിയും കിട്ടുമോന്ന്. പക്ഷേ അവർക്ക് കൊടുക്കാൻ നബിൻ്റെ അടുത്ത് ഒന്നുമില്ല. അവിടെ 92-ാമത്തെ ആയത്ത് സൂറത്തു തൗബൻ്റെത് പോയി ചോദ്യം നോക്കുക, എന്നിട്ട് അതിൻ്റെ അർത്ഥം ഒന്ന് വായിച്ചു നോക്കണ്ടേ. ഓരവിടുന്ന് തിരിച്ചു പോണ രംഗാണ് പടച്ചോൻ പറയുന്നത്. യുദ്ധത്തിന് പോകാൻ വേണ്ടി നല്ല ആഗ്രഹമുണ്ട്, യുദ്ധത്തിന് പോകാൻ. ഈ ഇടങ്ങേറ് പിടിച്ച യാത്ര ചെയ്ത് യുദ്ധത്തിന് പോകാനുള്ള ആഗ്രഹം കൊണ്ട് അവർ നബിൻ്റെ അടുത്തേക്ക് ഒരു കഴുതനെ കിട്ടുമോ നോക്കാൻ വേണ്ടി വന്നാണ്. നബി പറയണം ഇവിടെ ഒന്നും തരാല്ല. അപ്പോൾ അവരോടൊന്ന് തിരിച്ചു പോണ രംഗാണ് ആയത്തിൽ പടച്ചോൻ പറയണം. എന്താ അറിയോ, ഖുൽത ലാ അജിദു മാ അഹ്മിലുക്കും, താങ്കൾ അവരോട് പറഞ്ഞു ഇവിടെ ഒരു വണ്ടിയില്ല, നിങ്ങൾക്ക് തരാൻ ഇവിടെ വണ്ടിയൊന്നുമില്ല, വാഹനമല്ല. തവല്ലൗ, അവരവിടുന്ന് തിരിഞ്ഞുപോയി അവര് അവന്ന ആൾക്കാർ. വഅഅ്യുനുഹും തഫീളു മിനദ്ദംഇ ഹസന, കണ്ണിൽ നിന്നിങ്ങനെ കണ്ണീര് ഉറ്റുറ്റ് വീണുകൊണ്ട് അവരവിടെ നിന്ന് പിരിഞ്ഞുപോയി എന്നാണ്. നമുക്ക് പറ്റുമോ? നമ്മളൊക്കെയാണെങ്കിൽ വേഗം ഫോൺ ചെയ്ത് പെണ്ണുങ്ങൾക്ക് അപ്പം തന്നെ വിളിച്ച് പറയും അല്ലേ, അല്ലെങ്കിൽ വാട്സപ്പിൽ വോയിസ് ഇടും. ഇപ്പോൾ തൽക്കാലം നമ്മൾ കഴിച്ചിട്ടുണ്ട്, നബിൻ്റെ അടുത്ത് വണ്ടിയൊന്നും ഇല്ല കേട്ടോ, ഇപ്പം നമ്മൾ കഴിച്ചിലേക്ക് അറിയും. നിങ്ങൾ ആലോചിക്ക്, പോകാൻ പറ്റാത്തതിൽ കരഞ്ഞുകൊണ്ട് കണ്ണീരിങ്ങനെ ഉറ്റുറ്റ് വീഴായിരുന്നു എന്ന് അള്ളാഹ് പറയാണ്. ലോകാവസാനം വരെയുള്ള മുസ്ലിങ്ങളെ കൊണ്ട് ഈ ആയത്ത് പടച്ച ഓദിക്കണ്, ഓരോ മനസ്സ് മനസ്സിലാക്കി തരാണ്. വെറുതെയാണോ സഹോദരങ്ങളെ റളിയല്ലാഹു അൻഹും നമ്മൾ പറയണത്? അള്ളാഹു അവരെ പറ്റി തൃപ്തിപ്പെട്ടു, അതുകൊണ്ടാണ് നമ്മൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്. ഞാൻ പണ്ടൊക്കെ ആലോചിച്ചു, എന്താ പിന്നെ നബിൻ്റെ കാലത്ത് ജനിച്ചാൽ മതിയല്ലോ. പണ്ടല്ലേ ഈ ഒരു സമയത്ത് നമ്മൾ വന്ന് ജനിച്ചോണ്ടാണല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് വലിയ സഹാബിയൊക്കെ ആയിരുന്നല്ലോ, സ്വർഗത്തുക്കാണ് പോകുന്നത്. ഇതിപ്പോൾ ഇവിടെ ആകെ പിടിച്ച് ഇടങ്ങേറ് തുടങ്ങിയല്ലോ. നമ്മളാവൂല സഹോദരങ്ങളെ, കാരണം അതിന് അങ്ങനത്തെ ഒരു മനസ്സുണ്ടായിരുന്നു അവർക്ക്. അത് നമുക്കിപ്പോഴും ഉണ്ടോ? അതുകൊണ്ടാണ് അവർ അള്ളാഹു അവരെ പറ്റി തൃപ്തിപ്പെടുന്നത്. ആ മനസ്സ് അതെന്തുകൊണ്ട് കിട്ടിയതാണ്? അത് ഖുർആൻ കൊണ്ട് കിട്ടിയതാണ്, നബിൻ്റെ അധ്യാപനങ്ങൾ കൊണ്ട് കിട്ടിയതാണ്. ആ അധ്യാപനങ്ങളൊന്നും പോയിട്ടില്ല, നഷ്ടപ്പെട്ടിട്ടില്ല. വഹി ആകാശലോകത്ത് നിന്ന് അള്ളാഹു മലക്ക് ജിബ്രീലിലൂടെ അള്ളാഹിൻ്റെ റസൂലിന് കൊടുത്ത വഹിയാണ് ഖുർആൻ, സഹീഹായ ഹദീസ്. 1400 വർഷമായിട്ട് അത് ഇസ്ലാമിക പൈതൃകത്ത് അത് കാത്തു സൂക്ഷിച്ച് ഇന്നും നമ്മളെ മുമ്പിൽ വള്ളിപ്പുള്ളി മാറ്റല്ലാണ്ട വഹിയുണ്ട്. ഇമാം മാലിക് പറഞ്ഞ പോലെ എന്തുകൊണ്ടാണോ അവർ മാറിയത്, അതുകൊണ്ടേ നമുക്ക് മാറാൻ പറ്റുള്ളൂ. അത് നമുക്ക് മാറാൻ പറ്റും സഹോദരങ്ങളെ. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ തൗബനെ പറ്റി പറയണ കാണാം. എത്ര തന്നെ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും
എത്ര തന്നെ അതിൻ്റെ കസറത്തിനെ പറ്റി നിങ്ങൾ ബേജാറ് എത്ര തന്നെ ചെയ്താലും, എത്ര വലിയ പാപങ്ങളാണെങ്കിലും ശരി എന്നാണ്, നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. ആത്മാർത്ഥമായിട്ടാണ് തൗബ ചെയ്തതെങ്കിൽ പടച്ചവൻ അത് സ്വീകരിക്കുന്നതാണ്. കാരണം അള്ളാഹ്ക്ക് തൗബ ചെയ്യുന്നവരെ ഇഷ്ടമാണ്. ഇന്നല്ലാഹു യുഹിബ്ബു തവ്വാബീന, അള്ളാഹു കാരുണ്യവാനാണ്. ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, അടിമകളെ നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പറ്റി നിരാശരാകരുത്. ഇന്നല്ലാഹു യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹു മുഴുവൻ പാപങ്ങളും പുറത്തു തരുന്നതാണ്. എന്നിട്ട് മാത്രമല്ല ഷെയ്ഖുൽ ഇസ്ലാം പറയണത്, അങ്ങനെ ഈ ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്താൽ നിങ്ങൾക്ക് എന്തിൽ എത്താൻ പറ്റും? ഏറ്റവും ടോപ്പായിട്ടുള്ള സാബിക്കൂന എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, ഏറ്റവും ടോപ്പായ ആൾക്കാർ. ആ ദറജയ്ക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നതാണ്. ചെയ്ത പാപങ്ങളുടെ ആധിക്യമോ അതിൻ്റെ വലുപ്പമോ നിങ്ങളെ ആ ദറജയ്ക്ക് എത്തുന്നതിൽ തടയില്ലാന്നാണ്. നിങ്ങളെ തൗബ ആത്മാർത്ഥമാണെങ്കിൽ നിങ്ങളെ ശിഷ്ടജീവിതം, ബാക്കിയുള്ള ജീവിതങ്ങൾ നന്നാക്കി തീർത്താൽ പടച്ചോന് മനസ്സിലാവുന്നത്. അത്രയും കാരുണ്യവാനാണ് പടച്ചോൻ. ആ പടച്ചോൻ്റെ കാരുണ്യം നോക്കി. അപ്പോൾ ഈ പടച്ചോനിൽ പ്രതീക്ഷ വെക്കുക എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? നമ്മൾ അള്ളാനെ അറിയേണ്ട പോലെ അറിയണം. നമ്മൾ അറിയേണ്ട പോലെ അറിയാത്തത് കൊണ്ടാണ് നമുക്കിതൊന്നും കിട്ടാത്തത്. മഅരിഫത്തുള്ള അള്ളാനെ നമ്മൾ അറിയണം. അതെങ്ങനെയാണ്? അത് ഈ വഹിയിലൂടെയാണ്, ഖുർആനാകുന്ന ഹദീസാകുന്ന വഹിയിലൂടെയാണ്. അല്ലാതെ മനുഷ്യന്മാർ റിസർച്ച് നടത്തിയിട്ടല്ല അള്ളാനെ പറ്റിയുള്ള ഇൽമുള്ളത്. അള്ളാനെ പറ്റി അറിയിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹ് ആരാണ്, അള്ളാഹ് എവിടെയാണ്, അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങൾ. ഒരു ദിവസങ്ങൾ ആലോചിച്ച് നോക്കി. അള്ളാഹുവിനെ പറ്റി നമ്മൾ അറിയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അറിയേണ്ടത് അള്ളാഹ് റബ്ബാണ് തന്നെയാണ്. അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് തന്നെയാണ്. അള്ളാഹ് നമ്മളെ ഘട്ടം ഘട്ടമായിട്ട് പടിപടിയായി വളർത്തിക്കൊണ്ടുവന്ന നമ്മുടെ രക്ഷിതാവായ പടച്ചോൻ. ഒരു ദിവസം എത്ര പ്രാവശ്യം പറയണത് റബ്ബുൽ ആലമീൻ, റബ്ബുൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എത്ര വട്ടാ നമ്മൾ പറയണത്? അർ റഹ്മാനിർ റഹീം, അള്ളാഹിൻ്റെ അടുത്ത പേരാണ് റഹ്മാനും റഹീമും. അള്ളാഹു എത്ര കാരുണ്യവാനാണ്. അള്ളാഹു നമ്മളെ ഇരുട്ടിലാക്കിയിട്ടില്ല. കൃത്യമായിട്ട് ശരിയേത് തെറ്റേത് നമുക്ക് പറഞ്ഞു തന്നു. പ്രവാചകന്മാരയച്ചു, ജീവിച്ച് കാണിച്ചു തന്നു. എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ വേദഗ്രന്ഥങ്ങൾ നിലനിൽക്കുകയാണ്. നന്മ ഏത് എന്നറിയാനുള്ള ഏതൊരാൾക്കും, എങ്ങനെ ജീവിക്കണമെന്നറിയാൻ താല്പര്യമുള്ളൊരു ഏതൊരാൾക്കും നമ്മുടെ വേദഗ്രന്ഥങ്ങൾ അതിൻ്റെ മുമ്പിൽ നിവർന്ന് നിൽക്കുകയാണ്. അന്വേഷിച്ചാൽ കണ്ടെത്താൻ പറ്റും. ഖുർആനിൽ നടക്കണ നിങ്ങൾ ആയത്തുകളൊക്കെ നോക്കി, നരകക്കാരും സ്വർഗ്ഗക്കാരും തമ്മിലുള്ള സംഭാഷണം. എന്താ അതിൻ്റെയൊക്കെ ഒരു ഗുട്ടൻസ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? സ്വർഗ്ഗക്കാർ നരകക്കാരോട് പറയണേ ഖുർആനിലെ ആയത്താണ്. അതായത് നടക്കാൻ പോകുന്ന ഡിസ്കഷനാണ് ഇതൊക്കെ. ഇതൊന്നും നടന്ന കാര്യങ്ങളല്ല, നടക്കാൻ പോകുന്ന ചർച്ച ലൈവാക്കി പടച്ചോ നമ്മളോട് പറയണേ. എന്താ ഇപ്പം നിങ്ങൾ സ്വർഗത്തിലെത്തിയേ? ഞങ്ങൾ വിചാരണയെ പ്രതീക്ഷിക്കുന്നവരായിരുന്നു. സ്വർഗ്ഗക്കാർ പറയാ, ഞങ്ങൾ വിചാരണയെ പ്രതീക്ഷിക്കുന്നവരായിരുന്നു. ഇതൊന്നും നടക്കാൻ പോണതല്ല, നടക്കാൻ പോണതാണ്, നടന്നതല്ല. അത് നമുക്ക് പറഞ്ഞു തരുന്ന എന്തിനാണ്? അങ്ങനെ ഇനി വരാം, അങ്ങനെ നരകമുണ്ട്, സ്വർഗമുണ്ട്, അതിലൊന്നും പെടരുത് അല്ലേ? നരകത്തിലിങ്ങനെ ആളുകളെ കൂട്ടമായിട്ട് നരകത്തിലിടുന്നതാണ്. അപ്പോൾ നരകത്തിൻ്റെ പാറാവുകാരനായ മലക്ക് ചോദിക്കും, അലം യഅ്തികും നദീർ, നിങ്ങൾക്കൊരു മുന്നറിയിപ്പുകാരൻ വന്നില്ലായിരുന്നോ എന്ന് ചോദിക്കുന്നതാണ്. ഖാലൂ ബലാ ഖദ് ജാഅനാ നദീറുൻ, ഞങ്ങൾക്ക് ഒരു മുന്നറിയിപ്പുകാരനൊക്കെ വന്നിരുന്നു, പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ കളവാക്കി, വ്യാജമാക്കി. ഇതൊന്നും നടന്നതല്ല. ഇതൊക്കെ ഇനി നരകത്തിലിടുമ്പോൾ പറയാൻ പോകുന്ന ഡിസ്കഷൻസാണ്. ഇതൊക്കെ നമ്മളോട് പടച്ചോൻ പറഞ്ഞു തരുന്ന എന്തിനാണ്? ഇതൊക്കെ മനസ്സിലാക്കി അതിൽ ആ നരകത്തിലിടുന്ന കൂട്ടത്തിൽ പെടാതിരിക്കാനാണ്. ഇത്രയും കാരുണ്യവാനായ ഒരു അള്ളാഹുവിനെ എങ്ങനെയാണ് നിഷേധിക്കുക? റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ വിശാലത സഹോദരങ്ങളെ, ചെയ്ത പാപങ്ങൾ മുഴുവൻ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. ഇതൊക്കെ അള്ളാഹിൻ്റെ കാരുണ്യമാണ്. ഒക്കെ വലിയ പ്രതീക്ഷകളാണ്. തെറ്റ് ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വലിയ പ്രതീക്ഷകളാണ്. മനുഷ്യൻ അങ്ങനെയാണ്. മനുഷ്യ മക്കൾ തെറ്റ് ചെയ്യും, പക്ഷെ തെറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും നല്ലവരാരാണ്? അവർ പശ്ചാത്തപിക്കുന്നവരാണ്. അപ്പം അതിനൊക്കെ അള്ളാഹു ഗഫൂറാണ്. അള്ളാഹു ഗഫൂറാണെന്ന് പറയും, അതൊരറിവാണ്. അള്ളാഹു ഗഫാറാണ്, അള്ളാഹു പാപങ്ങൾ പുറത്തു തരുന്നവനാണ്. അള്ളാഹു തവ്വാബാണ്, മടങ്ങുന്നവരെ. ഇന്നല്ലാഹു യുഹിബ്ബു തവ്വാബീൻ, ഇഷ്ടപ്പെടും. തൗബ ചെയ്യുന്നവരെ പടച്ചോന് ഇഷ്ടമാണ്. നിങ്ങളാലോചിച്ച് നോക്കി, ഇഷ്ടമാണെന്നും കൂടിയാണ്, പടച്ചോൻ്റെ മഹബത്തും കൂടി കിട്ടുകയാണ്. തെറ്റ് ചെയ്തുകൊണ്ട് അകന്നു പോകില്ല. തെറ്റ് ചെയ്താൽ നേരെ ഉൾട്ടായി വകയാണ്. തൗബ ചെയ്യുന്നതോട് കൂടി പടച്ചോൻ്റെ ഇഷ്ടക്കാരനായി മാറുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിലാണ് പെടാൻ പോണത്. അപ്പം അതൊക്കെ ആ അള്ളാഹിനെ പറ്റിയുള്ള അറിവാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ആ ഒരു മാനസിക നിലവാരത്തിലേക്കാണ് നമ്മൾ ഉയർന്നു വരേണ്ടത്. നമ്മൾ അള്ളാഹുവിനെ പറ്റി അറിയണം. അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളിലൂടെ. അള്ളാഹു ബസീറാണ്, അള്ളാഹു എല്ലാം കാണുന്നവനാണ്. അറിയുമ്പോൾ അള്ളാഹിൻ്റെ കണ്ണിൽ നിന്നൊന്നും മറഞ്ഞു പോവില്ല. നമ്മൾ എന്ത് രഹസ്യമായി ചെയ്താലും അത് അള്ളാഹു കാണും. ജനങ്ങളിൽ നമുക്ക് മറച്ചേക്കാൻ പറ്റുള്ളൂ.
അത് പാപങ്ങൾ ചെയ്യാതിരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കണം. അള്ളാഹു സമീ ആണ്, അള്ളാഹു എല്ലാം കേൾക്കുന്നുണ്ട്. ഞാൻ പറയണമൊക്കെ, ഞാൻ ചോദിക്കണമൊക്കെ പടച്ചോൻ കേൾക്കുന്നുണ്ടല്ലോ. ചില ആൾക്കാർ എൻ്റെ ഒന്നും പടച്ചോൻ കേൾക്കില്ല എന്ന് പറയും ചില ആൾക്കാർ. ഞാൻ എത്രയോ ദ്വാരക്കണം, ഒന്നും കേൾക്കില്ല. സഹോദരങ്ങളെ, അള്ളാഹു സമീ ആണ് എന്ന് മാത്രമല്ല, അള്ളാഹു മുജീബ് കൂടിയാണ്, എല്ലാത്തിനും ഉത്തരം നൽകുന്നവനാണ്. പക്ഷെ നമ്മളെന്താ പറയുക, നമ്മൾ ഉത്തരം മനസ്സിലാക്കിയത് ചോദിക്കണം അപ്പം തന്നെ കിട്ടണം. കുട്ടികളെ മാറി നമ്മൾ ചോദിച്ചാൽ അപ്പം കിട്ടണം, ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഉത്തരം നൽകുക എന്ന് പറഞ്ഞാൽ 3 രൂപത്തിലാണ് ഉത്തരം. ഒന്ന് അപ്പം തന്നെ തരും, ചോദിച്ചത് അപ്പം തരും. 2 അപ്പം തരൂല, കുറച്ച് കഴിഞ്ഞിട്ട് തരും. 3-മത്തേത് തരുന്നല്ല, അത് ഉത്തരമാണ്, തരുന്നല്ല. പക്ഷെ എന്താ അറിയോ, നാളെ മരിച്ചെന്നിട്ട് നമ്മളെ ഏട് കിട്ടുമ്പം ആ ഏട് ഇങ്ങനെ തുറന്നു നോക്കുമ്പം നമ്മൾ ചെയ്യാത്ത കുറേ നന്മകൾ നമ്മളെ പേരിൽ എഴുതിയിട്ടുണ്ടാവും. ഇതൊക്കെ കൂടി എന്താ പടച്ചോനെ, അത് ഈ ദുനിയാവിൽ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയ്ക്കുള്ള പ്രതിഫലമാണ്. അപ്പോൾ അടിമ പറയുന്നതാണ്, എന്ത്, എൻ്റെ ദുനിയാവിൽ ഒരു പ്രാർത്ഥനയും സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എത്ര നന്നായിരുന്നു. അത്രയും കിട്ടോടെ ദ്വാരുന്നീന് ഉത്തരം കിട്ടാത്തത്. ദുനിയാവിൽ നമ്മൾ ചോദിച്ചിട്ട് തരാത്തിന് പടച്ചോൻ പ്രതിഫലം തരും. കാരണം ദുആ എന്ന് പറഞ്ഞാൽ ആരാധനയാണ്. അദ്ദുആഹു ഹുവൽ ഇബാദ. അത് ഏത് കാര്യത്തിന്, സ്വർഗം നരകം ചോദിക്കണം മാത്രമല്ല, എൻ്റെ കുട്ടീനെ പരീക്ഷ പാസ്സാകണേന്ന് പറഞ്ഞാലും, LKG കുട്ടിയിൽ പാട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ട് ആ പാട്ട് നല്ലോണം പോലെ ഒന്ന് ചെല്ലാൻ കിട്ടണ പടച്ചോനെ എന്ന് പടച്ചോനോട് ദ്വാരുന്നാലും അതിന് കൂലിയുണ്ട്. എൻ്റെ കുട്ടിക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടണേ, നാളെ പരീക്ഷയാണ് എന്ന് നമ്മൾ പടച്ചോനോട് ദ്വാരക്കുമ്പം മാർക്ക് കിട്ടിയാലും കൂലി, കിട്ടിയിട്ടില്ലെങ്കിലും കൂലിയാണ്. കാരണം അത് പ്രാർത്ഥന, ആരാധനയാണ്, ഇബാദത്താണ്, അള്ളാഹിനോടാണത്. അള്ള മുജീബാണ്, അള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണവനാണ്, അള്ള എല്ലാം കേൾക്കണവനാണ്, അള്ള എല്ലാം കാണണവനാണ്. അത് അള്ളാഹുവിൻ്റെ നാമഗുണം. ഇതൊക്കെ അള്ളാഹു റഖീബാണ്. ഞാൻ തുടക്കത്തിൽ ഉദ്ധരിച്ച ആയത്തിൽ അള്ളാഹു റഖീബ് എന്ന് പറയുന്നുണ്ട്. എന്താ മുറാക്കബത്ത് പറഞ്ഞാൽ? CCTVക്കാണ് ഇപ്പോൾ അറബിയിൽ മുറാക്കബത്ത് പറയുക. നമ്മുടെ CCTV ഉണ്ടോ? നമ്മുടെ ഈ സ്ഥാപനം CCTVയുടെ നിരീക്ഷണത്തിലാണ്. അതുകൊണ്ട് നല്ല നോക്കി കണ്ടു നിന്നോളി. ഇവിടെ തോന്നിയാസൊന്നും കാട്ടണ്ട, ഒക്കെ പിടിച്ചു. അവിടെ നമ്മൾ ഡീസൻ്റായി നിൽക്കും അല്ലേ? കാരണം എന്താ, നമുക്ക് ആരോ നിരീക്ഷിക്കണേ നമുക്കൊരു പേടിയാണ്, ഒരു ബേജാറാണ്. പടച്ചോൻ റക്കീബാണ്, എല്ലാം നിരീക്ഷിക്കുന്നുണ്ടെന്നാണ്, എല്ലാം കാണുന്നുണ്ട്. ഇതൊക്കെ വീഡിയോ ടേപ്പായിട്ട് പടച്ചോൻ കാണിച്ചു തരും. അതുകൊണ്ട് ആ ഒരു അറിവ് നമുക്ക് എന്ത് നൽകണം? നന്നായി നിലപാടെടുക്കാൻ, തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ. അള്ളാഹു റസൂലിന് ഇഷ്ടമല്ലാത്തത് നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ സന്തോഷമായി കാണേണ്ടത് അതാണ്, നമ്മൾ വിജയമായി കാണേണ്ടത് അതാണ്. നമ്മുടെ ഈ വിശ്വാസമാണ്. ഈ അള്ളാഹുവിനുള്ള ഒരേ സമയത്ത് അള്ളാഹുവിനെ ഭയപ്പെടുകയും അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിക്കുകയും അള്ളാഹുവിൻ്റെ നരകത്തെയും ശിക്ഷയും പറ്റി ഭയപ്പെട്ടുകൊണ്ട് തെറ്റിൽ നിന്ന് മാറി നിൽക്കാനും അള്ളാഹുവിൻ്റെ മഹത്തായ പ്രതിഫലങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട്, സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട്, നാളെ റബ്ബിനെ കണ്ടുമുട്ടണമെന്ന സന്തോഷം ആഗ്രഹിച്ചുകൊണ്ട് നന്മകളിൽ മുന്നേറാനുള്ളൊരു വിശ്വാസം, ഒരു മനസ്സ്, അതാണ് നമുക്ക് കിട്ടേണ്ടത്. അതാണൊരു വിശ്വാസിക്ക് വേണ്ടത്. അതാണ് വിശുദ്ധ ഖുർആൻ നൽകിയത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷം കൊണ്ട് സഹാബത്തിന് കൊടുത്തത്. അതാണ് താബിഈങ്ങൾക്ക് സഹാബത്ത് കൈമാറിയത്. അതാണ് തബഉ താബിഈങ്ങൾക്ക് താബിഈങ്ങളിൽ നിന്ന് കിട്ടിയത്. അതാണ് ഇവിടെ 1400 വർഷമായിട്ട് ഇസ്ലാമിക പണ്ഡിതന്മാരും പ്രബോധകന്മാരും ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യതാണ്. ആ ഒരു അള്ളാഹുവിനെ പറ്റിയുള്ള ഭയവും പ്രതീക്ഷയും മനുഷ്യരിൽ, ആ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ ഊന്നിയിട്ട് നിലനിർത്തുക എന്നുള്ളത്.